നമസ്കാരം. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലേസേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ലേസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻസ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് എന്താണെന്ന് നമുക്കറിയാം, ആംപ്ലിഫിക്കേഷൻ എന്താണെന്നറിയാം, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് നമുക്കത്ര പിടുത്തം പോരാ, റേഡിയേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കൺഫ്യൂഷനുണ്ട്. ഒന്ന്, എന്താണ് ആംപ്ലിഫിക്കേഷൻ? നമ്മൾ സാധാരണഗതിയിൽ ആംപ്ലിഫയേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ആംപ്ലിഫയേഴ്സിനെ എല്ലാം സംബന്ധിച്ചിടത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആംപ്ലിഫയേഴ്സ് എല്ലാം ചെയ്യുന്നത് ഒരു ഇൻപുട്ട് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് അതിന് സ്ട്രെങ്ത് കൂട്ടി പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലേസർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ലേസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മോണോക്രോമാറ്റിക് കർവ്, ഒരു ചുമപ്പോ പച്ചയോ അങ്ങനെയുള്ള ഏതെങ്കിലും കളറിലായിരിക്കും നിങ്ങൾ ലേസേഴ്സ് കണ്ടിട്ടുണ്ടാവുക. സോ ബേസിക്കലി ലേസർ ഈസ് എ മോണോക്രോമാറ്റിക് ആൻഡ് കൊഹറൻറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. ഒരു കൊഹറൻറ്റ് സോഴ്സിൻ്റെ ലൈറ്റിൻ്റെ ഒരു കൊഹറൻറ്റ് സോഴ്സാണ് ലേസർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യുന്നതല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ആക്ച്വലി ഒരു ഓസിലേറ്ററാണ്. നമ്മൾ ഇലക്ട്രോണിക്സിൽ ഓസിലേറ്റേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള ഓസിലേറ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഫിക്സഡ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൊരു LC സർക്യൂട്ട്, ഒരു ട്യൂണർ സർക്യൂട്ട് കാണും. അത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫിൽട്ടർ ചെയ്ത് നമുക്ക് അതിനെ ആംപ്ലിഫൈ ചെയ്താണ് തരുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓസിലേറ്ററും ആംപ്ലിഫിക്കേഷനും ആംപ്ലിഫയറും വലിയ വ്യത്യാസമില്ലാത്തൊരു സാധനം. ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു പാർട്ട് നമ്മൾ തിരിച്ച് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇഫ് യു ക്യാൻ പ്രൊവൈഡ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു ആംപ്ലിഫയറിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓസിലേഷൻ. ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ട്രാൻസിസ്റ്റർ എങ്ങാനും ഒരു ആംപ്ലിഫയിങ് മീഡിയമായിട്ട് ഉപയോഗിക്കും. ഒരു LC സർക്യൂട്ട് ഫിൽട്ടർ ചെയ്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കായിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്നത്. ഇനി ലേസറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ലേസറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് എൻ ആക്റ്റീവ് മീഡിയം. നിങ്ങളിവിടെ കാണാൻ പറ്റും ഒരു ആക്റ്റീവ് മീഡിയം ഉണ്ട്. അതിലേക്ക് ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പിന്നീട് വരാം. ഇവിടെയാണ് ലൈറ്റിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അതിന് വേണ്ടുന്ന എനർജി കൊടുക്കുന്ന സോഴ്സിനെയാണ് നമ്മൾ പമ്പ് സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. ലൈറ്റിൻ്റെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് മിറർ വെച്ചാൽ മതി. ഇവിടെ ഒരു മിറർ, ഇവിടെ ഒരു മിറർ. അപ്പോൾ ഈ കാണുന്ന മിറർ എന്ന് പറയുന്നത് 10% റിഫ്ലക്റ്റിംഗ് മിററായിരിക്കും. ഇവിടെ കാണുന്ന മിറർ എന്ന് പറയുന്നത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററായിരിക്കും. പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുത്തേ പറ്റുള്ളൂ. ഈ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെ ബേസ് ചെയ്ത് അത് വളരെ കുറവാകാം. 30-40% തൊട്ട് പലപ്പോഴും സെമികണ്ടക്ടർ ലേസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 4% വരെ കുറയും. അത് തൊട്ട് 99%, ഹീലിയം നിയോൺ ലേസറിനൊക്കെ ആണെങ്കിൽ 99.9% വരെ റിഫ്ലക്റ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ലോ ഗെയിൻ ലേസേഴ്സ് എന്ന് പറയുന്ന ലേസേഴ്സിന് നമുക്ക് ഈ റിഫ്ലക്റ്റിവിറ്റി, പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററിൻ്റെ റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം. ഹൈ ഗെയിൻ ലേസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാത്രം മതി. ഇനി ഈ ആക്റ്റീവ് മീഡിയത്തിലെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് മീഡിയത്തിലാണോ ലേസർ ഉണ്ടാക്കുന്നത് ആ ലേസർ ഉണ്ടാക്കുന്ന മീഡിയത്തിൻ്റെ അതിൽ ഉണ്ടാകുന്നത് എക്സൈറ്റഡ് സ്പീഷീസ് ആയിരിക്കും. ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒന്നുകിൽ ആറ്റമാവാം, മോളിക്യൂളാവാം, അയോൺസ് ആവാം, അങ്ങനെ എന്തും ആവാം. അപ്പോൾ അതിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നതിന് ആവശ്യമുള്ള എനർജി കൊടുക്കുന്ന സോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പമ്പ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. നമുക്ക് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്നുകൂടെ ഒന്ന് ക്ലിയറായിട്ട് നോക്കിയേക്കുക. ഏറ്റവും ഇടതുവശത്ത് കാണുന്ന ഒരു മിറർ ഫുള്ളി റിഫ്ലക്റ്റീവ്, ഇപ്പുറത്ത് കാണുന്ന പാർഷ്യലി റിഫ്ലക്റ്റീവ്. അതിനിടയിൽ ഇത് രണ്ടിനിടയിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന റെസനേറ്റർ കാവിറ്റി എന്നാണ്. അവിടെയാണ് ഒരു ആക്റ്റീവ് മീഡിയം ഉണ്ടാവുക. ആക്റ്റീവ് മീഡിയത്തിൽ നടക്കുന്നത് എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഓർ മോളിക്യൂൾസ് ആണ്. അതിലേക്ക് എനർജി കൊടുക്കുന്ന ഒരു പമ്പ് സോഴ്സും ഇവിടെ ഉണ്ട്. ഇനി ഈ ഒരു ടേം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഞാനിവിടെ പറഞ്ഞു, ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷനാണ്. ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം.
അതിനുവേണ്ടി നമ്മൾ വരുമ്പോൾ ആക്ച്വലി there are 3 kinds of interaction between light and matter. ലൈറ്റും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻ 3 തരത്തിൽ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഉള്ള സംഗതി എന്ന് പറയുന്നത് നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുക, E1 എന്ന് പറയുന്ന ഒരു എനർജി ലെവലുണ്ട്, E2 എന്ന് പറയുന്ന ഒരു ഹയർ എനർജി ലെവലുണ്ട്. ഈ E1ലാണ് മിക്കവാറും ആറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്പീഷീസ് ഉണ്ടാകുന്നത് E1ലായിരിക്കും, കാരണം എനർജി കുറവായതുകൊണ്ട്. അവിടേക്ക് ഒരു ഫോട്ടോൺ വരുന്നു, whose energy is h is equal to E2 minus E1. ഈ ഫോട്ടോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന സ്പീഷീസുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് എക്സൈറ്റ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. ഇതിന് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോൺ വരുന്നുണ്ട്. ആ ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണലായിട്ട് വരുന്ന സാധനമാണ്. അത് കൊടുക്കുന്ന ഒരു സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ ഉത്തേജനം. അതുകൊണ്ടാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ അയോണിൻ്റെ എക്സൈറ്റേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഇവിടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉള്ളതുകൊണ്ട് നമ്മളതിനെ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പിലോട്ട് വരാം. അതിനെ നമ്മൾ പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ എന്നാണ്. സ്പോണ്ടേനിയസ് എമിഷൻ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ E2 എന്ന് പറയുന്ന ലെവലിൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് എന്തല്ല, അതൊരിക്കലും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനല്ല ഇരിക്കുന്നത്, അൺസ്റ്റേബിളായിട്ടുള്ള കണ്ടീഷനാണ്. എനർജി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റേബിളായിട്ടുള്ള കണ്ടീഷനാണ്. അത് അവിടെ നിന്ന് നേരെ കുറച്ച് കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ താഴോട്ട് പോയി. അവിടെ എക്സ്റ്റേണലായിട്ട് ആരും വേണ്ട, ആ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ എനർജി പുറത്തോട്ട് വിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ. സ്വന്തമായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഒക്കെ ചെയ്യുന്ന എമിഷൻ ആയതുകൊണ്ട് അതിനെ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയും. ഇതിവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് നേരം അതിരിക്കില്ല. ആ സംഗതി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ടൈമിന് നമ്മൾ പറയുന്നത്, അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ലൈഫ് ടൈം എന്ന്, അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് താഴേക്ക് വന്നോളും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷനുണ്ട്. ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുന്നു. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഫോട്ടോൺ വരും. വീണ്ടും ഒരു ഫോട്ടോൺ വന്നു കഴിഞ്ഞാൽ ഇതിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. വീണ്ടും ഒരു ഫോട്ടോൺ വരികയാണെങ്കിൽ അതിനങ്ങോട്ടേക്ക് മുകളിലോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ എനർജി ലെവൽസ് ആദ്യം ഒരു എക്സൈറ്റേഷൻ നടന്നു, HNU എന്ന് പറയുന്ന ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോഴേക്കും, അത് കഴിഞ്ഞ ശേഷം ഇതിവിടെ ഇരിക്കുന്ന സമയം, അതിൻ്റെ നാച്ചുറൽ ലൈഫ് ടൈം കഴിഞ്ഞില്ല, അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം കഴിയുന്നതിന് മുമ്പ് മറ്റൊരു ഫോട്ടോൺ വരും HNU. ആ സമയത്ത് എന്ത് പറ്റുന്നത്, ഇത് താഴോട്ട് വരും. ഇതിന് മുകളിലോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഒരിക്കലും വിക്കി സ്പേസ്ഡ് അല്ല. അതുകൊണ്ട് ഇത് മുകളിലോട്ട് പോകാതെ ഇത് നേരെ താഴോട്ട് വരും. ഈ ആദ്യത്തെ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല, ഇറ്റ് ഈസ് ആൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആദ്യം വന്ന ഒരു ഫോട്ടോണും HNU, രണ്ടും HNU. ഇത് E2 ആണ്, ഇത് E1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ഫോട്ടോണാണ്. ഒരു ഫോട്ടോൺ വന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. അപ്പോൾ അത് ഇനി താഴോട്ട് വന്നു. താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഫോട്ടോൺ കിട്ടും. ഈ രണ്ട് ഫോട്ടോണിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലായിരിക്കും അത് പോകുന്നത്. അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോക്രോമാറ്റിക്കാണ്, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ആൻഡ് ആൾസോ ദേ വിൽ ബി ഇൻ ഫേസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൊഹറൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി വരുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് കൊഹറൻ്റ് ആയിട്ടുള്ള റേഡിയേഷൻസ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി വരുന്നത് കൊഹറൻ്റ് റേഡിയേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഇൻട്രാക്ഷൻ. ഇതിൽ നമ്മൾ ഈ കൊഹറൻ്റ് റേഡിയേഷൻ കിട്ടുന്നത് കൊണ്ടാണ് സ്റ്റിമുലേറ്റഡ് എമിഷനെ നമ്മൾ ഉപയോഗിക്കുന്നത്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ലേസർ എന്ന് പറയുന്നത് ഒരു കൊഹറൻറ്റ് സോഴ്സ് ആവാനുള്ള കാരണം അത് സ്റ്റിമുലേറ്റഡ് എമിഷനെ ഫേവർ ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ദർ ആർ 3 kinds of interaction between light and matter. The first is stimulated absorption, where a photon whose energy is exactly equal to E2 minus E1 will be absorbed by a ground state species. From E1 it will go to E2 by absorbing the photon. So that is called stimulated absorption, because there is an external stimuli. Then the second kind is spontaneous emission, where an excited species will come to its ground state by emitting a photon. So the photon can be in any direction. That is a specialty.
So that is called spontaneous emission. And in the third kind of interaction, already an atom will be in the excited state E2. Now one more photon comes whose energy is exactly E2 minus E1, but the photon cannot now get excited to another energy level, say E3, because the levels are not equally spaced. Okay, so what happens is that since the incoming photon is an electromagnetic field, the excited atom is already in the unstable condition. It will interact with the electromagnetic field and it will come to ground state by emitting another photon whose frequency will be exactly same as the incident photon. And another thing is that they will be moving in the same direction and they will be also in phase. Okay, അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ഇൻട്രാക്ഷൻസ്. അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നിങ്ങളൊരു സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ഈ 3 കാര്യങ്ങളും സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുക. അവിടെ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടാവും, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നുണ്ടാവും, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നുണ്ടാവും. ഇതിൽ ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്, എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.